കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്ര ചെന്നിട്ട് ചിത്രയുടെ അടുത്ത് സംസാരിക്കുകയാണ്. ചിത്ര, ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട്. നീ ഇതേ ഒന്നുകൊണ്ടും ആലോചിച്ച് വിഷമിക്കേണ്ട. പിന്നെ അവനൊരു സങ്കടം ഉണ്ടടി. നീയും അപ്പും ഒക്കെ ഇങ്ങനെ അകന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവൻ പഴയതുപോലെയൊക്കെ ആവുന്നത്? അവൻ എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി അവൻ ഒരു തെറ്റിലേക്കും പോകില്ല എന്നും അതുപോലെ തന്നെ ഇനി മദ്യത്തിന് അടിമയാകില്ല എന്നുള്ള വാക്കും. അതുകൊണ്ട് ചേച്ചി പറയുന്നത് മോള് കേൾക്കണം. ദേ, എന്ത് തെറ്റ് സംഭവിച്ചാലും ഞാൻ അവനോട് പുറത്തതുപോലെ തന്നെ നീയും അപ്പും ഒക്കെ അവനോട് ക്ഷമിക്കണം. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് എനിക്ക് കാണേണ്ടതെന്നൊക്കെ പറഞ്ഞ് സുമിത്ര ചിത്രയെ ചേർത്ത് നിർത്തി. അപ്പൊ ചിത്രയാണെങ്കിലും, ചേച്ചി എത്രയെന്നും പറഞ്ഞ് ഞാൻ സഹിക്കുന്നത്, എനിക്കിത് താങ്ങാവുന്നതിനും അപ്പുറമാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഇപ്പം ചിത്രയോട് പറയാണ്, മോളെ നീ വിഷമിക്കേണ്ട, ദേ ചേച്ചിയില്ലേ നിന്റെ കൂടെ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് സുമിത്ര അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം ഇത് തന്നെയാണ് തൻ്റെ അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ തക്ക സമയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പൂജയാണെങ്കിലും സുമിത്രയോട് രഞ്ജിത പറഞ്ഞ ആ രഹസ്യം ഉണ്ടല്ലോ അത് പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെ എന്താ മോളെ, മോൾക്ക് എന്താണ് അമ്മയോട് പറയാനുള്ളതെന്ന് ചോദിച്ച് സുമിത്ര പൂജയുടെ അടുത്ത് സംസാരിക്കുമ്പം, അമ്മ ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മ ശ്രദ്ധയോട് കൂടി തന്നെ കേൾക്കണം. പിന്നെ അമ്മ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കരുത് എന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ ടെൻഷനാക്കി പൂജ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അമ്മേ, പ്രതീക്ഷേട്ടൻ വിദേശത്താണെന്നല്ലേ അൻപുതേട്ടൻ അമ്മയോട് പറഞ്ഞത്? എന്നാൽ അതങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പം നീ എന്താ പൂജ ഈ പറയുന്നത്? പ്രതീക്ഷ വിദേശത്ത് തന്നെയാണ്. അവൻ പ്രോഗ്രാമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയാണ് എന്നുള്ള കാര്യമാണല്ലോ അനിരുദ്ധും അതുപോലെ തന്നെ ദീപും ഒക്കെ പറഞ്ഞത്. പിന്നെ നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ അതൊന്നും അല്ല സത്യം. പ്രതീക്ഷേട്ടൻ ഇപ്പോൾ ഉള്ളത് ജയിലിലാണ്. അദ്ദേഹം ഒരാളെ കൊന്ന കുറ്റത്തിന് ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കൂടി നമ്മുടെ പൂജ ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ കേട്ട പാടെ തന്നെ സുമിത്രയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. സുമിത്ര തളർന്ന് വീഴുകയാണ്. അപ്പൊ സുമിത്ര തൻ്റെ പൂജയുടെ കയ്യിലേക്ക് വീഴുമ്പോഴത്തേക്കിനും അമ്മയെന്ന് വിളിച്ച് പൂജയാണെങ്കിൽ ഒരേ കരച്ചിലുമാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മയാണ്. എൻ്റെ പൊന്നു ശീതളെ, നീ എങ്ങനെയാണ് ഈ വട്ടനെ സഹിക്കുന്നത്? എൻ്റെ ദൈവമേ, എനിക്കാണെങ്കിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവങ്ങൾ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ ഈ വീട്ടിലെ ഭക്ഷണ രീതിയൊന്നും അച്ചമ്മയ്ക്ക് പിടിക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ ശീതളിൻ്റെ അടുത്ത് സരസ്വതി അമ്മ പരാതി പറയാണ്. അച്ഛമ്മ, സച്ചിൻ ഒരു കണക്കൊക്കെ ഉണ്ട്. സച്ചിൻ ഇവിടെ എന്ത് സാധനം ഉണ്ടാക്കിയാലും അതൊന്നും അധികമായിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. അതുമാത്രമല്ല, അവൻ പല സാധനങ്ങളും അതും അവന് വേണ്ടി വാങ്ങിച്ചു വെക്കുന്നത് അത് മറ്റാരെങ്കിലും എടുത്തു കഴിഞ്ഞാലും അവൻ വയലൻ്റ് ആകുമെന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതാണ് ഞാൻ ഇന്നലെ ഇച്ചിരി ഐസ്ക്രീം എടുത്ത് കഴിച്ചതിന് അവൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എൻ്റെ കഥ കഴിഞ്ഞതാണെന്ന്. അപ്പം ഇങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ വലിയ സ്നേഹത്തിൽ നമ്മുടെ സച്ചിൻ ഇങ്ങ് വരികയാണ്. ശീതളെ, മോളെ, ദേ രണ്ടുപേരും ഇവിടെ ഇരുന്നോണോട്ടോ എന്നും പറഞ്ഞ് അവൻ ഡോക്ടറാണല്ലോ, അപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ സച്ചിൻ പോകുന്ന ആ ഒരു സമയം പുറത്തു നിന്ന് സരസ്വതി അമ്മയെയും ശീതളിനെയും പൂട്ടുകയാണ്. അപ്പം വാതിലെ വന്ന് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ 2-3 തട്ടൊക്കെ തട്ടുന്നുണ്ട്. എടാ തുറക്കടാ, നീ എന്തിനാടാ ഞങ്ങളെ പൂട്ടിയിട്ട് പോകുന്നതെന്നും പറഞ്ഞ് സരസ്വതി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും എൻ്റെ അച്ഛമ്മേ, ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല, ഇവിടെ ഇതാണ് പതിവെന്നും പറഞ്ഞ് ഇത്രയും കാലം ശീതൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ സരസ്വതിയോട് പറയുകയാണ്. ഞാൻ ഇവിടെ കഴിഞ്ഞു കൂട്ടിയത് ഭയങ്കര ദയനീയമായിരുന്നു അച്ഛമ്മ. എന്നെ സച്ചിൻ ഇതുപോലെ പുറത്തുനിന്ന് പൂട്ടിയിട്ടാ പോകുന്നത്. മോളെ, അപ്പം നമുക്ക് പിന്നാമ്പറം വഴി ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം, ഇല്ല അച്ഛമ്മ, 2 വശത്തെ വാതിലുകളും സച്ചിൻ പൂട്ടി ആ താക്കോലുമായിട്ടാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാനേ പറ്റില്ല. ഇനി സച്ചിൻ വിചാരിക്കണം നമ്മൾ പുറത്തിറങ്ങണമെങ്കിലെന്നും പറഞ്ഞ് ശീതൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചു. അപ്പം സരസ്വതിയമ്മയാണെങ്കിൽ, എൻ്റെ പൊന്നു മോളെ, ഇങ്ങനെയൊക്കെ ഒരു കൂട്ടി കഴിയുന്നത് പോലെ കഴിയാൻ ഈ അച്ചമ്മയ്ക്ക് പറ്റില്ലടി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തിരികെ ശ്രീനിലയത്തിലേക്ക് പോവാം. നീ നിന്റെ വാശിയും വൈരാഗ്യവും ഒക്കെ ഉപേക്ഷിക്ക്. ഇവൻ ഇത്ര വലിയൊരു പ്രശ്നക്കാരനാണെന്ന് അച്ചമ്മ അറിഞ്ഞില്ല എന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ സംസാരിച്ചു. ശീതളാണെങ്കിൽ, ഇങ്ങനെയുള്ള ഇവനെ നേരെയാക്കി എടുക്കാനല്ലേ അച്ചമ്മ നമ്മൾ രണ്ടുപേരും ഇങ്ങ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അച്ചമ്മ ആ കാര്യം ഒന്ന് ആലോചിക്കുമെന്ന് പറഞ്ഞു. അതും ശരിയാണല്ലോ മോളെ എന്നും പറഞ്ഞ് നമ്മുടെ സരസ്വതി അമ്മ ഇങ്ങനെ ദീർഘശ്വാസം വിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ സുമിത്ര
സുമിത്ര തളർന്നു വീണു. സുമിത്രയുമായിട്ട് പൂജ ആശുപത്രിയിലേക്കും പോയി. അപ്പം ഈ വിവരങ്ങളൊക്കെ പൂജയാണെങ്കിൽ പങ്കജിനെ വിളിച്ചറിയിക്കുകയാണ്. പങ്കജ് ഇത് കേട്ട പാടെ തന്നെ അവളുടെ അടുത്ത് കുറച്ച് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്താ പൂജ, എന്താ പറ്റിയത്, സുമിത്രാൻ്റെ ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അമ്മയോട് ഞാൻ പ്രതീക്ഷേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പങ്കജ്, അതാണ് അമ്മയ്ക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാവാൻ കാരണമെന്നും പറഞ്ഞ് പൂജ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ട് ഇപ്പറേ നമ്മുടെ പങ്കജാണെങ്കിൽ ചിരിയോ ചിരി. അങ്ങനെ പങ്കജ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിക്കോളാന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പം അതിനുശേഷം പങ്കജ് ഈ വിവരം തൻ്റെ മമ്മിയോട് പറയാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് ചെല്ലുകയാണ്. അവിടെ ചെന്ന പാടെ തന്നെ രഞ്ജിതയാണെങ്കിൽ എന്തൊക്കെയോ അടുക്കളപ്പണിയൊക്കെ ആയിട്ട് നിൽക്കുക, അരവിന്ദനും അടുത്ത് തന്നെ നിൽക്കുന്നുമുണ്ട്. അപ്പം ഇവരുടെ അടുത്ത് ചെന്നു. മമ്മിയുടെ ഐഡിയ എന്തായാലും ഏറ്റു. ദേ സുമിത്രാൻ്റിയോട് പൂജ സത്യങ്ങൾ പറഞ്ഞതും സുമിത്രാൻ്റി തളർന്നു വീണുവെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ പറയുക. എടാ ഞാൻ കേട്ടത് സത്യം തന്നെയാണോ, അവൾക്ക് എന്താ സംഭവിച്ചത്, നീ ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്നും പറഞ്ഞ് രഞ്ജിത വിശേഷങ്ങൾ ചോദിക്കുമ്പം അതേ മമ്മി, പ്രതീക്ഷേട്ടൻ ജയിലിലാണെന്ന് മമ്മി പൂജയോട് പറഞ്ഞല്ലോ. അപ്പം പൂജ ഈ കാര്യങ്ങളൊക്കെ സുമിത്ര ആൻറ്റിയോട് സംസാരിച്ചു. അങ്ങനെ ഇതൊക്കെ കേട്ട ആൻറ്റി തളർന്നു വീണെന്നാണ് പൂജ പറഞ്ഞത്. എന്തായാലും പഴയതുപോലെ കോമ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഇത്തരത്തിൽ ഇവർ സന്തോഷിച്ച് നിൽക്കുമ്പം അല്ല മമ്മി, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, ഇന്ന് ജയിലിൽ പോയിട്ട് എന്തായെന്ന് ചോദിക്കുകയാണ് പങ്കജ്. അപ്പോൾ ഉടനെ തന്നെ മോനെ ആ കാര്യങ്ങളൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നോക്കാനായിട്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. ആ രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവൻ വിചാരിച്ച് വെച്ചിരുന്നത് സുമിത്ര മരിച്ചുപോയി എന്ന് തന്നെയാണ്. പക്ഷേ അനിരുദ്ധാണ് അങ്ങനെയുള്ളൊരു കള്ളത്തരം പ്രതീക്ഷിനെ പറഞ്ഞ് ധരിപ്പിച്ചത് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെയും കളിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രതീക്ഷ പറയുന്നത് പ്രതീക്ഷ എന്തോ ഒരു വലിയ നിധി ശ്രീനിലയത്തിൽ വെച്ചിട്ടുണ്ടെന്നും ആ നിധി എടുക്കാൻ വേണ്ടി അവൻ വരുമെന്നുമാണ്. അതെന്താ ആ നിധിയെന്ന് മാത്രം ഈ അമ്മയ്ക്ക് മനസ്സിലായില്ല. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ പങ്കജാണെങ്കിലോ അതെന്തായിരിക്കും ആ നിധി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുക. ഇനി അവൻ്റെ വല്ല പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ അത്ര വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളോ ആ വീട്ടിലുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞ് അരവിന്ദൻ ഇങ്ങനെ പറയുമ്പം എൻ്റെ പൊന്ന അരവിന്ദേട്ടാ, ഇത്രയും കാലം ആ വീട്ടിൽ താമസിച്ചിരുന്നത് പരമശിവമാണ്. അങ്ങനെയുള്ളൊരു സ്വത്തോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന സിദ്ധാർത്ഥ് പരമശിവത്തിന് ആ വീട് നൽകിയിട്ട് പോവില്ലല്ലോ. നിങ്ങൾ ഇനിയും ഇങ്ങനെ മണ്ടത്തരം പറയല്ലേന്നും പറഞ്ഞ് അരവിന്ദനോട് ദേഷ്യപ്പെടുകയാണ് രഞ്ജിത. അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് പങ്കജ് പറയുന്നുണ്ട്, മമ്മി നമ്മളറിയാത്ത മറ്റെന്തോ ഒരു രഹസ്യം ഇതിനിടയിലുണ്ട്. എന്തായാലും നമുക്കത് കണ്ടെത്തണമല്ലോ. അതിനുവേണ്ടി ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യണം മോനെ. അതിന് വലിയ താമസമൊന്നുമില്ല. പ്രതീക്ഷ ജയിലിൽ നിന്നും ഇറങ്ങും, മിക്കവാറും നാളെ തന്നെ അവൻ പുറത്തിറങ്ങും. അങ്ങനെയാണെങ്കിൽ സുമിത്രയെ അവൻ തന്നെ കൈകാര്യം ചെയ്തോളൂ എന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടി നിന്നിങ്ങനെ സംസാരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മുടെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അങ്ങനെ അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. പിന്നെ തിരക്കായി പോകുന്നത് കൊണ്ടാണ് രാവിലെ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പം എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. താങ്ക് യു.